നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ കുരിശ് മരണ സമയത്തുണ്ടായ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അതെങ്ങനെയാണ്? അന്ന് തലയോടിടം എന്നറിയപ്പെടുന്ന ഗോഗോൽദായിൽ വെച്ച് പടയാളികൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രകൃതി ക്ഷോഭിക്കുവാൻ തുടങ്ങി. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. 9-ാം മണിക്കൂറായപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണൻ വെടിഞ്ഞപ്പോൾ പ്രകൃതിക്ഷോഭം ശക്തമായി. തൽക്ഷണം സൂര്യൻ ഇരുണ്ടുപോയി. ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ അടിവരെ രണ്ടായി കീറി. പാറകൾ പിളർന്നു. അവിടെയായി ഭൂകമ്പങ്ങൾ ഉണ്ടായി. സംസ്കരിക്കപ്പെട്ട പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. ഇതെല്ലാം അഭിമുഖമായി കണ്ടുകൊണ്ടിരുന്ന ദേശാധിപൻ മാറത്തടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധനായിരുന്നു. കുറച്ചകലെയായി ഒരു കൂട്ടം ജനങ്ങളും ഗലീലയിൽ നിന്ന് അവൻ്റെ കൂടെ വന്ന വളരെയേറെ സ്ത്രീകളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ യേശു 7 പിശാചുക്കളെ പുറത്താക്കിയ മഗ്ദലേന മറിയവും ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ കാഴ്ച കണ്ട് ഭയന്ന് വിറച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ 3-ാം ദിവസം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ പ്രകൃതിക്ഷോഭം നിലച്ചു. ഭൂമിയിലെങ്ങും വീണ്ടും പഴയ ശാന്തത തുടർന്നു. ഇതാണ് കർത്താവായ യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പശ്ചാത്തലം.